ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയും തിരുവനന്തപുരത്തിന്റെ സിറ്റി പ്രസിഡന്റ് ശ്രീ കരമന ജയൻജിയുമൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. നഗരസഭ ഭരിക്കുന്നത് CPM-ന്റെ മേയറാണോ അതോ BJP-യുടെ മേയറാണോ എന്നാണ്. കാത്തുകാത്ത് കിട്ടിയ കസ്തൂരി മാമ്പഴമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിന്റെ മേയറായി വി രാജേഷിനെ വെച്ചപ്പോൾ വി രാജേഷ് CPM കാരനെ പോലെ പെരുമാറുമെന്ന് ഇവരാരും ധരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കി തരാം. അതത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരത്തിൽ വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. വികസന പ്രഖ്യാപനം, വികസിത കേരള പ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞ് വന്നുവെങ്കിലും ശുദ്ധ ഉഡായിപ്പ് പ്രസംഗം നടത്തി, രാഷ്ട്രീയ പ്രസംഗം നടത്തി അദ്ദേഹം മടങ്ങിപ്പോയി. എന്നാൽ BJP പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വരവ് ആഘോഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളം മുതൽ പരിപാടി നടന്ന പുത്തരിക്കണ്ടം മൈതാനം വരെയും നിരവധി ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരുന്നു. ഈ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചതൊന്നും കോർപ്പറേഷന്റെ അനുമതി വാങ്ങിയിട്ടല്ല. അപ്പോൾ കോർപ്പറേഷൻ തന്നെ പറഞ്ഞു ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്യണമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി വരുന്നതിന് മുന്നേ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇവര് കേട്ടില്ല. തങ്ങളെ BJP അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമാണ് ഇങ്ങനെ ഫ്ലെക്സ് വെച്ചാൽ. അത് BJP-ക്കാർക്ക് അറിയാതെ പോയി. BJP കരുതി ഉത്തരേന്ത്യയിലൊക്കെ തോന്നിയതുപോലെ നടക്കുമല്ലോ, കേരള ഹൈക്കോടതിയെയും അങ്ങനെ അങ്ങ് കബളിപ്പിക്കാം എന്ന് വെച്ചു. അത് ഹൈക്കോടതിയെ കബളിപ്പിക്കാൻ മേയർ ശ്രമിച്ചു കഴിഞ്ഞാൽ മേയർക്കും പണി കിട്ടും. അതുകൊണ്ട് മേയർ എന്ത് ചെയ്തു, അമിക്കസ് ക്യൂറിയെ കൊണ്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുപ്പിച്ചു. ഞങ്ങളിങ്ങനെ BJP-ക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഏകദേശം 20 ലക്ഷത്തോളം പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവര് നോട്ടീസ് സ്വീകരിച്ചെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് കാണിച്ചിട്ടാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചത്. 23-ാം തീയതിയാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇന്നിപ്പോൾ 28 കഴിയുന്നു. എന്നിട്ടും ഇതുവരെ നോട്ടീസിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. മോദിജി വന്നപ്പോൾ 19 ലക്ഷത്തിന്റെ പിഴയാണെങ്കിൽ അമിത്ഷാജി വന്നു പോയപ്പോൾ 36,000 രൂപയുടെ പിഴയാണ് കരമന ജയൻജിക്കെതിരെ അടിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ വി രാജേഷ്. രാജേഷും BJP-യുടെ വലിയ പുലിയല്ലേ. വി രാജേഷ് മേയറായിട്ടുള്ള ഭരണസമിതി അടിച്ചു കൊടുത്തിരിക്കുന്നത് 36,000 രൂപയുടെ പിഴയുണ്ട്. അത് പോരാഞ്ഞിട്ട് സിറ്റി പ്രസിഡന്റ് കരമന ജയനെതിരെ കണ്ടോൺമെന്റ്, മ്യൂസിയം, തമ്പാനൂർ പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ചന്ദ്രശേഖർജിയും കരമന ജയൻജിയും മൂക്കത്ത് വിരൽ വെച്ച് ഒരേ ചോദ്യം ചോദിക്കുന്നു, നഗരസഭ ഭരിക്കുന്നത് BJP ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന്. കാരണം കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ഹൈക്കോടതിയോട് കളിച്ചു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ പിഴയൊക്കെ BJP അടയ്ക്കേണ്ടി വരുന്നത് എന്നതാണ് പരമാർത്ഥം.